സംസ്ഥാനത്ത് ഭരണസ്തംഭനമെന്നാരോപിച്ച് തൃശൂർ സ്വദേശി യുവതി മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് തിരികെ വന്നു. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് തപാൽ വകുപ്പ് കത്ത് തിരിച്ചയച്ചത്. ഭർത്തൃ വീട്ടിലെ പീഡന പരാതി അറിയിക്കാനാണ് മുഖ്യമന്ത്രിയുടെ വിലാസത്തിൽ കത്തയച്ചതെന്നും ഓഫീസ് പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് കത്ത് തിരിച്ചെത്തിയെന്നും പരാതിക്കാരി സഫ്ന പറഞ്ഞു. സഫ്നയെ പോലെയുള്ള നിരവധി ആളുകളുടെ ഭരണഘടനാപരമായ അവകാശമാണ് ഇല്ലാതായെന്ന് വക്കീലും പ്രതികരിച്ചു. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, എന്താണ് ഈ ഭർത്താവുമായിട്ടുള്ള പ്രശ്നം? അതിൽ സഹായം ആവശ്യപ്പെട്ടാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തയച്ചത്? തീർച്ചയായും സിജു, ഈ കഴിഞ്ഞ 5-ാം തീയതിയാണ് ഇത്തരത്തിൽ ഈ തൃശ്ശൂർ പാവറാട്ടി സ്വദേശിയായിട്ടുള്ള സഫ്ന എന്ന യുവതി തൻ്റെ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കത്ത് രൂപേണ അയക്കുന്നത്. അത് ഭർത്തൃ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനങ്ങളാണ് അത്തരത്തിൽ ആ കത്തിലുണ്ടായിരുന്നത്. അങ്ങനെ ആ യുവതി തൻ്റെ അഭിഭാഷകൻ്റെ അഭിപ്രായപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം ഈ വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു കത്ത് തപാൽ മുഖേന മുഖ്യമന്ത്രിയുടെ വിലാസത്തിലേക്ക് അയക്കുകയായിരുന്നു. എന്നാൽ ഈ കത്ത് 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 5-ാം തീയതി കത്ത് അയക്കുന്നു, തിരിച്ച് 7-ാം തീയതി ഈ കത്ത് ഈ യുവതിക്ക് തന്നെ തിരിച്ച് ലഭിക്കുകയാണ്. അത് സൂചിപ്പിക്കുന്നത് ഈ തപാൽ വകുപ്പാണ് തിരിച്ചയച്ചത്. ഈ തപാൽ വകുപ്പ് സൂചിപ്പിക്കുന്ന കാര്യം, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിലവിൽ പ്രവർത്തനരഹിതമാണെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ കത്ത് തിരിച്ചയക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഈ മറുപടി കത്തിലുണ്ടായിരുന്നത്. എന്തായാലും ഈ വക്കീലടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു ജനാധിപത്യ രീതി അനുസരിച്ച് ജനങ്ങൾക്ക് അവരുടെ പരാതി ബന്ധപ്പെട്ട അധികാരികൾക്ക്, അത് മുഖ്യമന്ത്രിയാണോ ആരോ ആയിക്കോട്ടെ, അത് അയക്കാനുള്ളൊരു സംവിധാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഇവിടെ മുഖ്യമന്ത്രിക്ക് ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ളൊരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു കത്ത് അയക്കുന്നു. ആ കത്ത് നാഥനില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇല്ലാത്തത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു വിലയും കൽപ്പിക്കപ്പെടാതെ ആ കത്ത് തിരിച്ച് ആ യുവതിക്ക് തന്നെ ലഭിക്കുന്നു എന്നുള്ളൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. സഫ്നയുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. എൻ്റെ കേസ് സംബന്ധമായിട്ടുള്ള പരാതിയാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. 5-ാം തീയതി അയച്ചത്, അത് തിരിച്ച് റിട്ടേൺ വന്നേക്കാണ്. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഇതുപോലെ കുറേ പെൺകുട്ടികളുടെ പരാതികൾ പോയിട്ടുണ്ടാവും. ഇതുപോലെ തിരിച്ചു വന്നു, അതിന് എന്തെങ്കിലും ഒരു നടപടി വേണ്ടേ? ഈ ഇവിടെ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഓഫീസ് വർക്കിംഗ് അല്ല. കുടുംബ പ്രശ്നമാണ് സൂചിപ്പിച്ചിരുന്നത്.